ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പത്രങ്ങൾ 3 ഉണ്ട്, ഇന്നത്തെയും ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു 1.5 മാസക്കാലം പത്രം വായന എന്ന് പറയുന്നത് നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ വളരെ ഡിസപ്പോയിന്റഡ് ആവും. കാര്യം എന്ന് വെച്ചാൽ പത്രങ്ങളിൽ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് തീരെ കുറവാണ്. അത് ഹിന്ദുവിൽ മാത്രമുള്ള എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും. പക്ഷേ കറണ്ട് അഫയേഴ്സ് മീൻസ് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കറണ്ട് അഫയേഴ്സ്, അല്ലാതെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എല്ലാം ഉണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലും പത്രങ്ങൾ ഇനി വരാൻ പോകുന്നത്. കാര്യം ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് എക്സർസൈസ്, ഇന്ത്യയുടെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ, അത് അനൗൺസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ പത്രങ്ങൾ മുഴുവൻ അതിലായിരിക്കും ഇനി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്ന് കരുതി പത്രം വായിക്കാതിരിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു അബദ്ധമായിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പത്രം വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അറിയുന്നതിനപ്പുറം നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിന് അത് ഭയങ്കര ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അതുകൊണ്ട് എവരിഡേ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുക ആ ഒരു ആസ്പെക്ടിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ നോക്കാം. ബിഗ് ബെനിഫിഷ്യറീസ് ക്ലെയിം ഇനബിലിറ്റി ടു റിവീൽ പോൾ ബോണ്ട് ഡോണർ ഡീറ്റെയിൽസ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളാരും ഇത് അന്ന് കാണില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാണ്. ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിൽ ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ പൊതുവെ ഉള്ള ഈ കേരളത്തിലെ നറേറ്റീവ് BJP 6,000 കോടി അവർ കളക്ട് ചെയ്തു. ബാക്കി രണ്ടാം സ്ഥാനത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി 1,800 കോടി, അതുപോലെ കോൺഗ്രസിന് 1,500 കോടി, അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ BJP മാത്രമാണ് വലിയ അഴിമതിക്കാരെന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഒരു ഇത്. പക്ഷേ എല്ലാ പാർട്ടികളും BJP നല്ലതെന്നല്ല ഞാൻ പറയുന്നത്. ഈ 6,000 കോടി BJP കിട്ടിയതിന്റെ കാരണം അവരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകൾ ഭരിക്കുന്നത്. 15 കൂടുതൽ സ്റ്റേറ്റുകൾ അവർ ഭരിക്കുന്നുണ്ട്. അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് വരാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അത് കിട്ടും. ഈ 1,500 കോടി കിട്ടിയ കോൺഗ്രസും 1,800 കോടി കിട്ടിയ തൃണമൂൽ കോൺഗ്രസും 700 കോടി കിട്ടിയ DMKയും എല്ലാം ഇതിലെ പോൾ ബോണ്ട് എന്ന് പറഞ്ഞ സംവിധാനം ദുരുപയോഗം ചെയ്ത പാർട്ടികളാണ് ഉറപ്പായിട്ടും. അതിൽ നാഷണൽ പാർട്ടിയായ BJP മാത്രമല്ല, എല്ലാവരും. അങ്ങനെയാണെങ്കിൽ ആരും ഇത് വേണ്ടാന്ന് വെക്കണമായിരുന്നു. ഇപ്പൊ CPM മാത്രമാണ് ഇത് വേണ്ടാന്ന് വെച്ചത്, ഇലക്ട്രൽ ബോണ്ട്. അപ്പൊ അവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു മോറൽ ഹൈ സ്റ്റാൻഡേർഡ് എടുക്കാൻ പറ്റുന്നത്. അവർ വാങ്ങിയിട്ടില്ല CPM. അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാര്യം കണ്ടോ, ഈ ഹെഡിങ് കണ്ടോ? ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറീസ് ഈ 3 പാർട്ടികളുമായിരുന്നു, BJPയും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ്. ഇവർ 3 പേരും ഇതുവരെയ്ക്കും ആരൊക്കെയാണ് അവരുടെ ഡോണേഴ്സ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അവർ ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അവർ പറയുന്ന കാരണം എന്ന് പറയുന്നത്, ഇതിന്റെ റൂൾ അനുസരിച്ച് ഇതിന്റെ ഡോണേഴ്സിന്റെ ഡീറ്റെയിൽസ് സൂക്ഷിക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ ഡീറ്റെയിൽസ് ഇല്ലെന്നാണ്. അപ്പോൾ ഇതാണ്. അപ്പം അതുപോലെ DMK എന്ന് പറയുന്ന പാർട്ടിക്ക് കണ്ടോ, DMK റിസീവ്ഡ് 509 crore ഫ്രം ഫേം ഓഫ് ലോട്ടറി കിങ് മാർട്ടിൻ. കേരളത്തിലെ ഏറ്റവും വിവാദ വ്യവസായിയാണ് സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ലോട്ടറി കച്ചവടക്കാരൻ, ലോട്ടറി വ്യവസായി. അയാളുടെ ഫേമാണ് DMKയുടെ മൊത്തം 700 സംതിങ് ക്രോഴ്സിന്റെ ഫണ്ടിങ്ങിൽ 509 കോടി രൂപയും കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവർക്ക് ആർക്കെങ്കിലും ഇതിനെ കുറ്റം പറയാനുള്ള അവകാശമുണ്ട്. അപ്പൊ എല്ലാവരും ഈ കറപ്ഷൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിലാണെങ്കിലും ഈക്വലാണ്. അപ്പം ഇലക്ട്രൽ ബോണ്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതില് ഇന്ത്യയിലെ എല്ലാ പാർട്ടിയേക്കും പരിക്ക് പറ്റും, എക്സെപ്റ്റ് CPM എന്ന് പറഞ്ഞ കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടി. ഇതാണ് സത്യം. അപ്പൊ എന്തായാലും അതാണ് ഫ്രണ്ട് പേജിലെ ആദ്യത്തെ ന്യൂസ്. ആദ്യത്തെ വലിയ ന്യൂസ് ആയതുകൊണ്ട് നിങ്ങൾ അത് വായിക്കണം എന്നുള്ളതുകൊണ്ടായിരുന്നു പറയുന്നത്. അല്ല കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പേജിലെ മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോൾ ബാക്കി മോളിൽ കിടക്കുന്ന എല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. പിന്നെ ഗവർണർ സ്റ്റാൾസ് റീ ഇൻഡക്ഷൻ ഓഫ് പൊന്മുടി ഇൻറ്റു TN ക്യാബിനറ്റ് എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. RN രവി എടുത്തൊരു ഡിസിഷനെ കുറിച്ചാണ്. RN രവി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ തമിഴ്നാടിന്റെ ഗവർണറാണ് അദ്ദേഹം. അവിടുത്തെ ഒരു മിനിസ്റ്ററെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുക്കുന്നതിൽ ചില റിസർവേഷൻസ് രേഖപ്പെടുത്തിയതിനെ കുറിച്ചാണ്. സാധാരണ ഗവർണേഴ്സ് അങ്ങനെ ചെയ്യാറില്ല. ചീഫ് മിനിസ്റ്ററിന്റെ ഇഷ്ടപ്രകാരം മന്ത്രിമാരെ ഇൻഡക്ട് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ ഈ മന്ത്രി പൊന്മുടി ഈ ഇടയ്ക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ആളാണ്. കാര്യം ഒരു കേസിൽ അയാൾക്ക് ശിക്ഷയൊക്കെ വിധിച്ചു. പക്ഷേ സുപ്രീം കോടതി ആ ശിക്ഷ സ്റ്റേ ചെയ്തേക്കാണ്. അതുകൊണ്ട് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഗവർണർ അത് പറ്റില്ല എന്ന് പറഞ്ഞേക്കാണ്. അതിന്റെ ഒരു വിഷയമാണ് അത് കാണുന്നത്. പിന്നെ ബാക്കി ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല ഫ്രണ്ട് പേജില്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിങ്ങളപ്പോൾ ഫ്രണ്ട് പേജിൽ ആകെ വേണമെങ്കിൽ ആ TN ഗവർണറിന്റെ ആക്ഷനെ കുറിച്ചൊന്ന് വായിക്കുക. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ആസ്പെക്ട് വരുന്നുണ്ട്, അതുകൊണ്ട് വായിക്കണം എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ. കാരണം ഒരു മിനിസ്റ്റർ എപ്പോഴും സാധാരണ ഗവർണേഴ്സ് ചെയ്യുന്നത്, ഗവർണറിന്റെ പ്ലഷറിലാണ് ഒരു മിനിസ്റ്റർ മന്ത്രിസഭയിൽ തുടരുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ചീഫ് മിനിസ്റ്റർ പറയുന്ന ആൾക്കാരെ ഗവർണർ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ RN രവി എടുത്തൊരു ഡിസിഷൻ, അത് ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന്. അഴിമതി കേസിൽ ഈ മന്ത്രി ഓൾറെഡി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നേ. മന്ത്രിസഭയിൽ നിന്ന് അയാൾ പുറത്തു പോകാനുള്ള റീസൺ അയാൾക്ക് 3 വർഷത്തെ ഇംപ്രിസൺമെന്റ് മദ്രാസ് ഹൈക്കോടതി വിധിച്ചിരുന്ന ഒരു ഡിസ്പ്രപ്പോർഷനറ്റ് അസറ്റ് കേസ് അങ്ങനെയാണ്. അപ്പം സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടേ ഉള്ളൂ, സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടില്ല. അപ്പൊ സ്റ്റേ ചെയ്തപ്പോൾ തന്നെ സ്റ്റാലിൻ തിരിച്ചെടുക്കാൻ നോക്കി. അപ്പം RN രവി നമ്മളുടെ
ഗവർണർ പറഞ്ഞത് അത് പറ്റത്തില്ല, കാര്യം സുപ്രീം കോടതി ഇയാൾ കുറ്റക്കാരനല്ലെന്നല്ല പറഞ്ഞേക്കുന്നത്, തൽക്കാലം ശിക്ഷ സ്റ്റേ ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ആ ശിക്ഷ നിലനിൽക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതെന്താവും? അപ്പൊ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർ എൻ രവി ചെയ്തത് ശരിയാണോ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ആസ്പെക്ട് അതിൻ്റെ അകത്തുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ് ഒന്നും ഇതിനെക്കുറിച്ചുള്ള കമന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല, അത് ഹിന്ദുവിൽ അതിനെ കുറിച്ച് വന്നിട്ടില്ല, അതുകൊണ്ട് അതിന്റെ ശരി തെറ്റുകളിലേക്ക് കൂടുതൽ പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. പക്ഷെ ഇതൊരു ലീഗൽ ടച്ചിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞ കാര്യം, നമ്മളുടെ പോൾ ബോണ്ട് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കേൾക്കും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഞാനിട്ട ആ വീഡിയോ എൻ്റെ സ്വന്തം ചാനലിലിട്ട വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പൊ അതും നിങ്ങൾ ഒരു അറിയേണ്ട കാര്യം ആയതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ മാത്രം ഫ്രണ്ട് പേജിൽ വായിക്കുക. ഇനിയിപ്പോ സെക്കൻഡ് പേജിലേക്ക് വരുമ്പോ സെക്കൻഡ് പേജിൽ ആദ്യം കിടക്കുന്ന എല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. വെസ്റ്റ് ബംഗാൾ ഗവർണർ ഫോംസ് ടീം ടു സ്റ്റഡി യൂട്ടിലൈസേഷൻ ഓഫ് ലാൻഡ്സ് ഗ്രാബ്ഡ് ഇൻ സന്ദേശ് ഖാലി. ഇത് ഒരു പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അവിടുത്തെ റൂളിംഗ് പാർട്ടിയെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് സന്ദേശ് ഖാലി. തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ലോക്കൽ ലെവലിലെ ലീഡറാണ് അതൊക്കെ ചെയ്തത് തെറ്റുകൾ. സന്ദേശ് ഖാലി എന്ന് പറഞ്ഞ ഒരു ലാൻഡ് ഗ്രാബിംഗ് കേസാണ് പാവപ്പെട്ട ആൾക്കാരെ എന്ന്. അത് അവിടെ നിൽക്കട്ടെ. വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ ആരെന്ന് അറിയാം നിങ്ങൾക്ക്, CV ആനന്ദ ബോസ് ആണ് വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ, CV ആനന്ദ ബോസ്. അത് കഴിഞ്ഞ് താഴോട്ട് വരുന്നു. താഴോട്ട് വരുമ്പോ എല്ലാം പൊളിറ്റിക്കൽ ന്യൂസ് വേണ്ട. അതിനടുത്ത പേജിൽ പോകുന്നു. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ ഒരു ന്യൂസ്, അരുണാചൽ സിക്കിം ഓഡ് കൗണ്ടിംഗ് ഡേറ്റ് റീഷെഡ്യൂൾഡ്. ഇന്ത്യയിലെ എവിടെയൊക്കെയാണ് ഇപ്പൊ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തേക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അറിയാമല്ലോ നിങ്ങൾക്ക്. ലോക്സഭ ഇലക്ഷൻ, ഇന്ത്യയുടെ 18ാമത് ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ ആണ് ഇപ്പൊ ഡിക്ലെയർ ചെയ്തത്. April 19 ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് June 2 വരെ മറ്റാണ് ഇലക്ഷൻ നടക്കുന്നത്. കുറെ ഫേസസിലായി ഇലക്ഷൻ, 7 ഫേസ് അങ്ങണ്ട് മൊത്തം നടക്കാൻ ഇലക്ഷൻ. അതില് ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ പോലുള്ള സ്റ്റേറ്റുകളിൽ ആ ഒരു സ്റ്റേറ്റിൽ ഇലക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നെ ഏതാണ്ട് 7 ഫേസസിലാണ്. കേരളത്തിൽ ഒറ്റ ദിവസം April 26 നമ്മളുടെ ഇലക്ഷൻ നടക്കുക. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. കാര്യം കേരളം റിലേറ്റീവ്ലി പീസ്ഫുൾ സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ദിവസമായിട്ട് നമുക്ക് നടത്താൻ പറ്റും. അപ്പം കേരളത്തില് April 26 അങ്ങനെ June 4 മറ്റുമാണ് കൗണ്ടിങ് നടക്കുന്നത്. അപ്പൊ ഇത് ലോക്സഭ ഇലക്ഷൻ. ലോക്സഭ ഇലക്ഷൻ ഒപ്പം തന്നെ ഇന്ത്യയിലെ 4 സ്റ്റേറ്റ്, ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തില് ലോക്സഭ ഇലക്ഷൻ സെപ്പറേറ്റും സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ ബാക്കി ഇപ്പൊ കേരളത്തിലെ ഇലക്ഷൻ്റെ കൂടി ഇല്ലല്ലോ, സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ സെപ്പറേറ്റും ഒക്കെ ആയിട്ട് നടക്കാൻ പോകുന്ന അവസാനത്തെ ഇലക്ഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2029 1 നേഷൻ 1 ഇലക്ഷൻ നടക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. കാര്യം രാംനാഥ് കോവിന്ദ് പാനൽ അവരുടെ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ 1 നേഷൻ 1 ഇലക്ഷനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുത്തത് ഏത് കമ്മിറ്റിയാണ്? രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. അത് പഠിച്ചു വെച്ചേക്കണം, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാൻ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. അത് ഇപ്പം ഈ ലോക്സഭ ഇലക്ഷൻ കഴിയുമ്പോൾ മോഡി ഗവൺമെന്റ് ആണ് തിരികെ വരുന്നതെന്നുണ്ടെങ്കിൽ മിക്കവാറും അവരെ നടപ്പാക്കും. അങ്ങനെ നടപ്പാക്കിയാൽ 2026 കേരളത്തിൽ ഇലക്ഷൻ നടക്കും. കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ 2029 കേരളം വീണ്ടും ഒന്നുകൂടെ ഇലക്ഷൻ പോകാൻ സാധ്യതയുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ. അപ്പൊ അത് അങ്ങനെ നടപ്പാക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഉറപ്പാണ് ഇവർ തിരികെ അധികാരത്തിൽ ഇപ്പം വരികയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ലോക്സഭ ഇലക്ഷനും കേരളത്തിലെ സംസ്ഥാന ഇലക്ഷനും ഒക്കെ സെപ്പറേറ്റ് നടക്കുന്ന അവസാനത്തെ ഇലക്ഷൻ ആയിരിക്കും ഈ 24 ഇപ്പം നടക്കാൻ പോകുന്ന ഇലക്ഷൻ. അങ്ങനത്തെ പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പോ ഇപ്പൊ എന്തായാലും തൽക്കാലം 3-4 സംസ്ഥാനങ്ങൾ ഇലക്ഷൻ ഇപ്പൊ ഇതിനൊപ്പം നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ഒഡീഷ. ഇത് രണ്ടുമാണ് വലിയ സ്റ്റേറ്റുകൾ. ഇപ്പം ഇതിനൊപ്പം ഇലക്ഷൻ നടക്കുന്ന വലിയ സ്റ്റേറ്റുകൾ ആന്ധ്രാപ്രദേശും ഒഡീഷയാണ്. പിന്നെ 2 ചെറിയ സ്റ്റേറ്റുകളുണ്ട്, സിക്കിമും അരുണാചൽ പ്രദേശും. ഇതിൽ സിക്കിമിലെയും അരുണാചൽ പ്രദേശിലെയും ഇലക്ഷന്റെ കൗണ്ടിംഗ് ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്തെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ പഠിക്കൊന്നും വേണ്ട. കൗണ്ടിംഗ് ഡേറ്റ് അല്ല, ഇലക്ഷൻ ഡേറ്റ് അല്ല, കൗണ്ടിംഗ് നടക്കുന്ന ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്യുന്നതാണ്. രാജീവ് കുമാറിന്റെ ഫോട്ടോയും കാണാം. രാജീവ് കുമാർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല, ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ വേറെ ന്യൂസുകള്, വേറെ ഒരു ന്യൂസ് നമുക്ക് അവിടെ ആവശ്യമില്ല. കാരണം അപ്പൊ നിങ്ങൾ ഇതില് ഈ പേജിൽ യഥാർത്ഥത്തിൽ വായിക്കാൻ ആ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ആ ഒരു ഡിസിഷനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പൊളിറ്റിക്കൽ ന്യൂസുകൾ. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോ സംഗീത കലാനിധി അവാർഡ് ഫോർ വോക്കലിസ്റ്റ് TM കൃഷ്ണ. ഇതിലെ നിങ്ങൾ സംഗീത കലാനിധി അവാർഡ് ഒന്നും പഠിക്കേണ്ട കാര്യം ചെന്നൈയിലെ മ്യൂസിക് അക്കാദമി കൊടുക്കുന്നത്, അത് അവിടുത്തെ ഒരു അവാർഡാണ്. അപ്പൊ അത് വേണ്ട. പക്ഷെ TM കൃഷ്ണ ആര് ഒന്നെന്ന് അറിഞ്ഞിരിക്കണം. TM കൃഷ്ണ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ്, വോക്കലിസ്റ്റ് ആണ്. അപ്പം TM കൃഷ്ണ ഞാൻ പഠിപ്പിക്കാൻ വേറൊരു കാരണമാണ്. TM കൃഷ്ണ മാക്സസെ അവാർഡ് വിന്നറാണ്. എന്ത് അവാർഡ് വിന്നറാണ്? മാക്സസെ. അതുകൊണ്ടാണ് ഇത് പറയാൻ കാര്യം. മാക്സസെ അവാർഡ് എന്ന് പറയുന്നത്
ഫിലിപ്പൈൻസിലെ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഫിലിപ്പൈൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഏഷ്യൻ കൺട്രിയാണ്, ഒരു ആസിയാൻ കൺട്രിയാണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ 10 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ടല്ലോ. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ആസിയാനിൽ എത്ര രാജ്യങ്ങളുണ്ട്? 10 കൺട്രീസ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജക്കാർത്തയാണ്, ഇന്തോനേഷ്യയുടെ ജക്കാർത്തയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിലെ ഒരു കൺട്രിയാണ് ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസ് ഈസ് ദ ഓൺലി വൺ ക്രിസ്ത്യൻ കൺട്രി ഇൻ ഏഷ്യ. ഏഷ്യയിലെ ഒരേ ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ് ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞത്. ഫിലിപ്പൈൻസും ചൈനയും തമ്മിൽ വലിയ വിഷയങ്ങൾ, ഇപ്പൊ സൗത്ത് ചൈന സീയിലെ ഏരിയാസ് ആരുടെ കൺട്രോളിലാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഡിസ്പ്യൂട്ട് ഉണ്ട്. സൗത്ത് ചൈന സീയിലെ ഏറ്റവും വലിയ ഡിസ്പ്യൂട്ട് ഇപ്പം ഫിലിപ്പൈൻസും ചൈനയും തമ്മിലാണെന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് ഫെർഡിനാൻഡോ മാർക്കോസ് ജൂനിയർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫെർഡിനാൻഡോ മാർക്കോസ് ജൂനിയർ ആണ് ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ്. ഈ ഫിലിപ്പൈൻസ് കൊടുക്കുന്ന അവാർഡാണ് മാക്സസെ അവാർഡ്. ഈ അവാർഡ് അവരുടെ പഴയൊരു പ്രസിഡന്റ് ആയിരുന്ന റമോൺ മാക്സസയുടെ പേരിലാണ്. റമോൺ മാക്സസെ ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയി. അപ്പൊ ഈ മാക്സസെ അവാർഡ് അറിയപ്പെടുന്ന ഏഷ്യൻ നോബൽ പ്രൈസ് എന്നാണ്. ഏഷ്യക്കാർക്ക് മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ. പല ഫീൽഡുകളിൽ കൊടുക്കുന്നുണ്ട്, പബ്ലിക് സർവീസിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഏഷ്യൻ നോബൽ പ്രൈസ് എന്നാണ് മാക്സസെ അവാർഡ് അറിയപ്പെടുന്നത്. ഒരുപാട് പേർക്ക് മാക്സസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ മാക്സസെ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ആളാണ് TM കൃഷ്ണ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ ആ ന്യൂസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് കേരള ടു മൂവ് SC ഓൺ പ്രസിഡന്റ് വിത്ത് ഹോൾഡിംഗ് ബിൽസ്. ഈ ന്യൂസ് ഞാൻ ആക്ച്വലി പ്യൂർലി റീജിയണൽ ന്യൂസ് ആണ്. പക്ഷേ ദിസ് ഈസ് ഓൾസോ എ ന്യൂസ് റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സിനെ കുറിച്ചുള്ള ചില സ്റ്റഡികൾ വേണ്ട, ചില അനാലിസിസുകൾ വേണ്ട ഒരു ന്യൂസ് ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. കേരളം പ്രസിഡന്റ് ഈ ഇടയ്ക്ക് കേരളത്തിന്റെ ഗവർണർ കുറെ ബില്ലുകൾ ഇവിടുത്തെ നിയമസഭ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറിൽ സെൻഡ് ചെയ്ത ബില്ലുകൾ പ്രസിഡന്റിന്റെ റെഫറൻസിന് വിട്ടു. അപ്പൊ ഈ പ്രസിഡന്റിന്റെ റെഫറൻസിന് വിട്ട ചില ബില്ലുകൾ പ്രസിഡന്റ് റിജക്ട് ചെയ്തു. അപ്പൊ പ്രസിഡന്റിന് റിജക്ട് ചെയ്യാൻ പറ്റും. പ്രസിഡന്റ് റിജക്ട് ചെയ്തു. അപ്പൊ ആ ബില്ലിന് കേരളത്തിൽ നടപ്പാവോ? ഇല്ല. പക്ഷെ ഇതിനെതിരെ സുപ്രീം കോടതി പോകാൻ പോയാണ് കേരള ഗവൺമെന്റ്. പക്ഷെ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഗവർണറിന്റെ ഇത്തരം ആക്ഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ പോയാൽ എന്തെങ്കിലും റിലീഫ് കിട്ടുമോ എന്നുള്ളതാണ്. കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. കാര്യം ഈ പ്രസിഡന്റിന്റെ ഈ ബില്ല് റിജക്ട് ചെയ്യാനുള്ള പവറിനെ ഒന്നും സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രസിഡന്റ് എടുക്കുന്ന ആക്ഷൻ. അപ്പൊ പിന്നെ അത് അറിഞ്ഞൂടാത്തവരായിരിക്കത്തല്ലോ മലയാളികൾ, അല്ലെങ്കിൽ കേരളത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റോ അല്ലെങ്കിൽ അതിന്റെ മെഷീനറീസ് ഒന്നും ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാരായിരിക്കില്ല. അപ്പൊ പിന്നെ അവരെന്തിന്റെ ബേസിലാണ് അവർ സുപ്രീം കോടതി പോകുന്നത് വെച്ചാൽ വേറെ എന്തിന്റെ ബേസിലല്ല. ഗവർണർ പ്രസിഡന്റിന് ഇത് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ ബില്ലുകൾ ഗവർണറിന്റെ ആക്ഷൻ ഇല്ലീഗലാണ്, അതുകൊണ്ട് പ്രസിഡന്റിനെ റെഫർ ചെയ്യാൻ പാടില്ല, ഗവർണറായിരുന്നു ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ള ആസ്പെക്റ്റിലാണ് അവർ കോടതി പോകുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ന്യൂസ് പറഞ്ഞത്. ഓക്കെ, അപ്പോ അതൊന്ന് പഠിക്കൂ. അപ്പൊ ആ ന്യൂസ് നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ, പിന്നെ വേറെ ഒന്നും ഇവിടെ ആവശ്യമില്ല. അതിനടുത്ത ന്യൂസിലേക്ക് പോവാം. അതിനടുത്ത ന്യൂസ് അല്ലാതെ അടുത്തത് എഡിറ്റോറിയൽ. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഈ 2 എഡിറ്റോറിയൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വായിക്കുക. ഓൺ ദ ബാലറ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഓൺ ദ ബാലറ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഇന്ത്യയുടെ 18. ഇത് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിടേണ്ട ആവശ്യമില്ല. കാര്യം ഇത് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന എഡിറ്റോറിയലാണ്. കാര്യം ഇന്ത്യയുടെ 18ാം ലോക്സഭ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ 44 ദിവസം കൊണ്ട് നടക്കാൻ പോയാണ്. ഏപ്രിൽ 19 തുടങ്ങി ജൂൺ 4 കൗണ്ടിങ്ങോടുകൂടി അവസാനിക്കുന്ന വേൾഡിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് എക്സർസൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ 1 നേഷൻ 1 പോൾ എന്ന് പറയുന്ന സംവിധാനം 2029 ഇലക്ഷനിൽ ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് BJPയുടേതാണെങ്കിൽ അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന അവസാനത്തെ ലോക്സഭയിലേക്കും സംസ്ഥാനങ്ങളിലേക്കും ഇലക്ഷൻ സെപ്പറേറ്റ് നടക്കുന്ന ഇലക്ഷൻ നടന്ന പ്രത്യേകതയും ഉണ്ട്. പിന്നെ അതില് BJPയുടെ കാര്യങ്ങളും ഓപ്പോസിഷന്റെ കാര്യങ്ങളും BJPക്ക് അനുകൂലമായിട്ടാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെ ആക്കി തീർക്കാൻ BJP ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബാക്കിൽ ചെയ്തിട്ടുള്ളതും ഇന്ത്യയിലെ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ളതിനേക്കാളും ഒക്കെ വളരെ റിസോഴ്സസും എല്ലാം അവർക്കാണുള്ളത്. ആ കാര്യങ്ങളെല്ലാം ഇത് പറയുന്നത്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ എങ്ങനെ നടത്താൻ പോകുന്നു, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇലക്ഷനെ കുറിച്ചുള്ള അപ്രോച്ച്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷന് തൊട്ടു മുമ്പായിട്ട് 2 കമ്മീഷണേഴ്സ് ഇല്ലാതെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ മാത്രം ഒറ്റയ്ക്കായി പോയത്. മാർച്ച് 15 2 പുതിയ പിന്നെ ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്ന കമ്മീഷണർ, പിന്നെ മറ്റേ ആളുടെ പേര്
എന്തോ ഒരു സന്ധു ആണ്, ബൽവീന്ദർ സിംഗ് സന്ധു, അങ്ങനെ എന്തോ ഒരു സന്ധു. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടാൽ മതി, നോക്കിക്കൊണ്ടാൽ മതി. അപ്പം അത് പുതുതായിട്ട് അവർ അപ്പോയിന്റ് ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അത്രയൊക്കെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. ആ ഒരു എഡിറ്റോറിയൽ ഫുൾ പറയുന്നത് നമ്മളുടെ ഇലക്ഷൻ എങ്ങനെ നടത്താൻ പോകുന്നു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഈ 7 ഫേസസിലായിട്ട് വെസ്റ്റ് ബംഗാളിലും ഉത്തർപ്രദേശിലും ഒക്കെ ഇലക്ഷൻ നടത്തുന്നത് റൂളിംഗ് പാർട്ടിയെ സഹായിക്കാനാണ് എന്നും പറഞ്ഞൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് എഡിറ്റോറിയലുള്ളത്. അപ്പോൾ അതെല്ലാവരും വായിച്ചു നോക്കുക മസ്റ്റായിട്ട്. എളുപ്പമാണ് എഡിറ്റോറിയൽ വായിച്ച് മനസ്സിലാക്കാൻ, വലിയ പാടൊന്നുമില്ല. രണ്ടാമത്തത് ബോണ്ടഡ് ഫേവേഴ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ബോണ്ടഡ് ഫേവേഴ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയലിൽ അവർ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചാണ്. ഇലക്ട്രൽ ബോണ്ടുകള് ഇപ്പൊ ഓരോരോ ഇപ്പം ഏറ്റവും വലിയ റെസിപ്പൻസ് ആയിട്ടുള്ള കോൺഗ്രസോ BJP-യോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസോ ഒന്നും അവരുടെ ഡോണേഴ്സിന്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഇലക്ഷൻ കമ്മീഷൻ അത് കൊടുക്കാൻ തയ്യാറായില്ലെങ്കിലും കുറെ പേരുടെ പേരുകളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. ആ വെളിയിൽ വന്ന പേരുകള് പലതും ക്വിഡ് പ്രോ ക്വോ ബേസിസിൽ എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റുകളെ നിന്ന് എന്താ പറയുന്ന ക്വിഡ് പ്രോ ക്വോ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഞാൻ മിനിഞ്ഞാന്നിട്ട് എന്റെ ചാനലിലിട്ട വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രശ്നങ്ങളിൽ ഒരെണ്ണം എന്ന് പറഞ്ഞത് ക്വിഡ് പ്രോ ക്വോ എന്നാണ്. അതായത് ഞാൻ കുറെ പൈസ, എന്റെ കഴിവിനൊത്ത പൈസ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നു. എന്തിനായിരിക്കും? എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് പല വ്യവസായികളും പിന്നീട് സംഭാവനകൾ കൊടുത്തു കാണും. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഇപ്പൊ വെളിയിൽ വരുന്നുണ്ട്. അത് ഒരു പാർട്ടിക്ക് മാത്രമല്ല, പല പാർട്ടിയേക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ BJP-ക്ക് ഫണ്ടിങ് കൊടുത്ത പല പാർട്ടികളും ED അന്വേഷണം നേരിടുന്ന പാർട്ടികളാണെന്നാണ് പറഞ്ഞത്. ED അന്വേഷണം നേരിടുന്ന പാർട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ED പേടിയിൽ ഒരു പക്ഷേ BJP-ക്ക് ഫണ്ടിങ് കൊടുത്തു കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഈ എഡിറ്റോറിയലിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെയാണ് ഈ രണ്ടാമത്തെ എഡിറ്റോറിയൽ ബോണ്ടഡ് ഫേവേഴ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങളത് 2 എഡിറ്റോറിയലും വായിച്ചു നോക്കുക. പിന്നെ ഇവിടെ മ്യാൻമർ കോൺഫ്ലിക്റ്റ് ഈസ് എ റീജിയണൽ പ്രോബ്ലം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് മ്യാൻമറിൽ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2021 ആണ് 2021 മാർച്ചിലാണ് മ്യാൻമറിലെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ പട്ടാളം വീണ്ടും ഭരണം പിടിച്ചെടുത്തത്. അതിന്റെ 3 ഇയേഴ്സ് ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യല്ല, ഒബ്സർവ് ചെയ്യാണ് അതിന്റെ 3 ഇയേഴ്സ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മ്യാൻമറുകാരനായിട്ടുള്ള ആൾ എഴുതിയേക്കുന്ന ആർട്ടിക്കിളാണ്. മ്യാൻമറിൽ ആക്ച്വലി ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആസിയാനാണ്. ആസിയാൻ എന്ന് പറഞ്ഞാൽ മ്യാൻമറും കൂടെ ഉൾപ്പെട്ട ഗ്രൂപ്പിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. പക്ഷെ അവരുടെ ശ്രമങ്ങൾക്ക് ഇതുവരെയ്ക്കും ഒരു ടാഞ്ചിബിൾ റിസൾട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല, മ്യാൻമറിലെ സിറ്റുവേഷൻ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മ്യാൻമറിലെ പട്ടാളം ത്തിന്റെയും ഹോൾഡ് അവിടെ അയഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല മേഖലകളും അവിടുത്തെ റബൽ മിലിഷ്യാസ് പിടിച്ചെടുക്കുന്നു. അത് ബംഗ്ലാദേശ്, ഇന്ത്യ, ചൈന പോലുള്ള മ്യാൻമറിന്റെ നെയ്ബറിംഗ് കൺട്രീസിന് വലിയ സെക്യൂരിറ്റി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കാം. ഓക്കെ. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നമ്മളുടെ ഇലക്ഷൻസിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. അപ്പൊ അത് ഒരു പക്ഷേ നമ്മൾ ഈ ഡീപ് ഫേക്ക് എന്ന് പറയുന്ന സംഭവമൊക്കെ വളരെ മിസ്യൂസ് ചെയ്ത് നമ്മളുടെ ഇപ്പോഴത്തെ ഇലക്ഷനിലൊക്കെ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയേക്കുക എന്നുള്ള രീതിയിൽ ഉള്ളൊരു ആർട്ടിക്കിളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചാൽ മതി. പിന്നെ ദ മിലിറ്ററീസ് കണ്ടിന്യൂയിങ് ഹോൾഡ് ഓവർ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. അത് നമുക്കറിയാം, മിലിറ്ററി തന്നെയാണ് പാകിസ്ഥാനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആവണം തീരുമാനിക്കുന്നതും, ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആവണം തീരുമാനിക്കുന്നതും എല്ലാം ആരാണ്? പാകിസ്ഥാനിലെ പട്ടാളം തന്നെയാണ്. ഇപ്പൊ വേറൊരു വലിയ കോമഡി നടന്നു. നിങ്ങൾ ആരെങ്കിലും ആ ന്യൂസ് കണ്ടോ എന്തോ? പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഉണ്ടല്ലോ, അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ ബേനസീർ ഭൂട്ടോയുടെ ഹസ്ബൻഡ് ആണെന്ന്. ബേനസീർ ഭൂട്ടോ അസാസിനേറ്റ് ചെയ്യപ്പെട്ടു. ഈ ബേനസീർ ഭൂട്ടോയുടെ അച്ഛനാണ് അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി അവിടെ ഫൗണ്ട് ചെയ്തത്. ഇപ്പൊ കോൺഗ്രസ് എന്നൊക്കെ ഇന്ത്യയിലെ പോലെയാണ് പാകിസ്ഥാനിൽ PPP എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. ഇതിന്റെ ഫൗണ്ടർ ആയിരുന്ന സുൽഫീഖർ അലി ഭൂട്ടോ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇദ്ദേഹത്തിന് 1977 മറ്റോ ആണ് അവിടെ തൂക്കിക്കൊന്നു, എക്സിക്യൂട്ട് ചെയ്തു. അതിന്റെ കാരണം പുള്ളിക്ക് വേറെ ആരെയോ കൊന്നതിൽ പങ്കുണ്ടെന്ന് അവിടുത്തെ സുപ്രീം കോടതി വിധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷേ ഇപ്പൊ പാകിസ്ഥാനിലെ സുപ്രീം കോടതി പറഞ്ഞേക്കുന്നു അദ്ദേഹത്തിന് ഫെയർ ആയിട്ടുള്ള ഒരു ഹിയറിംഗ് ഒന്നും കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അന്നത്തെ എക്സിക്യൂഷൻ റോങ് ആയിരുന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കോടതി ഇത് പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഓക്കെ. അതും അന്നത്തെ പട്ടാള ഭരണാധികാരിയുടെ താല്പര്യമായിരുന്നു സുൽഫീഖർ അലി ഭൂട്ടോയെ കൊല്ലുക എന്നുള്ളത്. എനിക്കൊന്ന് സിയാവുൽ ഹക്കം കണ്ടായിരുന്നു അന്നത്തെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് എന്ന് തോന്നുന്നു. ഓക്കെ, പട്ടാള ഭരണാധികാരി. ഓക്കെ. അപ്പൊ എന്തായാലും
അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ആർട്ടിക്കിൾ ആണത്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ പ്രോബ്ലം ഓഫ് ഇക്വിറ്റി ഇൻ IPCC റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഒരു ഇത് കാണാം. IPCC എന്താണ്? ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC അല്ലെങ്കിൽ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്താണ് എന്നറിഞ്ഞിരിക്കുക. അതൊരു NGO പോലെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അതെനിക്ക് തോന്നുന്നു UN അണ്ടറിൽ പ്രവർത്തിക്കുന്നതാണ്. യുഎന്നിന്റെ തന്നെ ഒരു ഓർഗനൈസേഷനാണ് IPCC, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അവര് ഈ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളെ കൂടെ കൊണ്ടുവരും. അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് ഈ ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വായിക്കുക. ഇനി താഴെ ഹൗ വെയർ ദ ന്യൂ ഇലക്ഷൻ കമ്മീഷനെ സെലക്ടഡ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു നിയമം വന്നപ്പോഴാണ്. നിയമത്തിന്റെ പേരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് 2023. The Chief Election Commissioner and other election commissioners appointment conditions of service and terms of office act 2023. അത് പ്രകാരം എത്ര പേരാണ് ഇലക്ഷൻ കമ്മീഷനെ സെലക്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ ആ ഒരു കമ്മിറ്റിയിൽ എത്ര പേര്? 3 പേര്. ആ 3 പേരിൽ ആരൊക്കെയാണ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആരെന്ന് തീരുമാനിക്കുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. അത് പറഞ്ഞിരിക്കുക. ക്യാബിനറ്റ് മിനിസ്റ്റർ ആരെ തീരുമാനിക്കുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. 3ാമതായിട്ട് ഓപ്പോസിഷൻ ലീഡർ. അപ്പൊ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ. ഇനി അതിനടുത്ത പേജിൽ നമുക്ക് ആവശ്യമുള്ളത് അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഏറ്റവും താഴെയുള്ള ആർട്ടിക്കിൾ മാത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇലക്ഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് EU ഹോൾഡിംഗ് അപ്പ് ട്രേഡ് പാക്ട് ടോക്സ് എന്ന് പറയുന്നൊരു സംഭവമാണ്. നമുക്കറിയാം ഈ ഇടയ്ക്ക് നമ്മളിപ്പോ ഒരു EFTA എന്ന് പറഞ്ഞ യൂറോപ്പിലെ ഒരു ഗ്രൂപ്പുമായിട്ട് നമ്മള് തെപ്പ എന്ന് പറയുന്ന TEPA എന്ന് പറയുന്നൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തു. EFTA എന്നൊക്കെ എന്താണെന്ന് അറിയാം? യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. 4 യൂറോപ്യൻ രാജ്യങ്ങളാണ് അതിലുള്ളത്. അവരുമായിട്ടാണ് നമ്മൾ TEPA എന്ന് പറയുന്ന ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തത്. ഇതുപോലെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ 10-27 രാജ്യങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. ആ യൂറോപ്യൻ യൂണിയനായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കാനുള്ള ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇലക്ഷൻ, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലും ഇലക്ഷൻ നടക്കാൻ പോയാണ്. ഈ ഇലക്ഷൻസ് ഈ ഒരു ടോക്സ് വീണ്ടും ഡിലേ ചെയ്യിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഫൈനലൈസ്ഡ് മാക്സിമം വിത്തിൻ 1 year എന്നുള്ള രീതിയിലാണ് ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം എനിക്കൊന്ന് അയർലൻഡിന്റെ ഫോറിൻ മിനിസ്റ്റർ മറ്റോ ആണ്. ഓക്കെ, അതായിരുന്നു അറിയേണ്ട ആവശ്യമില്ല. അപ്പം അയർലൻഡ് ട്രേഡ് മിനിസ്റ്റർ. അപ്പൊ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ EFTA എന്ന് പറഞ്ഞ ഗ്രൂപ്പുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കിയതുപോലെ തന്നെ യൂറോപ്പുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ UK ആയിട്ടുള്ള ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ്. മിക്കവാറും ഈ വർഷം തന്നെ സൈൻ ചെയ്യും. അടുത്ത പേജിൽ പോകുമ്പോൾ അടുത്ത പേജിൽ ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളത് എല്ലാം പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇത് നിങ്ങളൊന്ന് വായിച്ചോളൂ. മാരത്തോൺ ഓപ്പറേഷൻ ബൈ നേവി IAF ലെഡ് ടു പൈറേറ്റ് സറണ്ടർ. ഇത് കഴിഞ്ഞ ദിവസം പത്രത്തിനെ കുറിച്ച് ന്യൂസ് ഉണ്ടായിരുന്നു. MV റൂയൻ എന്ന് പറയുന്ന ഒരു മാൾട്ട ബേസ്ഡ് മാൾട്ട എന്ന് പറയുന്ന രാജ്യമുണ്ട്. ഇവിടേക്ക് പോയായിരുന്നു. അവരുടെ ഒരു കപ്പലിനെ റാഞ്ചി പൈറേറ്റ്സ്. ഈ പൈറേറ്റ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ആ കപ്പലിനെ മോചിപ്പിച്ചു, അതിലെ ജീവനക്കാരെ മോചിപ്പിച്ചു. പൈറേറ്റ്സിനെല്ലാം നമ്മൾ കീഴടക്കി. ആരാണെന്ന് വെച്ചാൽ നമ്മുടെ നേവിയുടെ INS കൊൽക്കട്ട. ആരാണ്? INS കൊൽക്കട്ട. പക്ഷെ അത് നേവിയുടെ മാത്രം ഓപ്പറേഷൻ അല്ലായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് അതിൽ പങ്കെടുത്തു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ C-17 എന്ന് പറയുന്ന പ്ലെയിൻ ആണ് ആവശ്യമുള്ള മറീൻ കമാൻഡോസിനെയൊക്കെ അവിടെ കൊണ്ടെത്തിച്ചത് വിത്തിൻ എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അതാണ് ഈ ഓപ്പറേഷൻ 3 സക്സസ്ഫുൾ ആയത്. നമ്മൾ ഭയങ്കരമായിട്ടുള്ള മാരിടൈം സർവേലൻസ് നടത്തി നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ പൈറേറ്റ്സ് എന്നൊക്കെ രക്ഷിക്കുന്നുണ്ട്. ഇന്ത്യക്കാരെക്കാളും കൂടുതൽ വിദേശികളാണ്. അപ്പൊ അതറിഞ്ഞിരിക്കുക. പിന്നെ ഇന്ത്യയുടെ UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ ജഗദീഷ് കുമാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. CUET UG എക്സാം ഷെഡ്യൂളിനൊന്നും വ്യത്യാസമൊന്നുമില്ല. CUET നമുക്ക് അറിയാമല്ലോ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. പിന്നെ ഈ പേജിൽ ഇത്രയേ ഉള്ളൂ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ
യുഎസിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ, യുഎസിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ സൗത്ത് കൊറിയയിൽ ഒരു സമ്മിറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെമോക്രസി സമ്മിറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗത്ത് കൊറിയ വിസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ന്യൂസ് ഒക്കെ അവിടെ കാണാം. പിന്നെ താഴോട്ട് വരുമ്പോ റഷ്യയിൽ ഇലക്ഷൻ കഴിഞ്ഞു, പുടിൻ അവിടെ വീണ്ടും പ്രസിഡന്റ് ആവുന്ന ഉറപ്പായി. പുടിൻ 2036 വരെ പ്രസിഡന്റ് ആവാൻ പറ്റുന്ന രീതിയിൽ റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇലക്ഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടന്നു. 2036 വരെ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതുവരെ പ്രസിഡന്റ് മിക്കവാറും പുടിൻ തന്നെ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയന്റെ ചീഫാണ് ഈ ഇരിക്കുന്നത്, യൂറോപ്യൻ യൂണിയന്റെ ചീഫ്. ഇതിരിക്കുന്ന ഈജിപ്തിന്റെ പ്രസിഡന്റ്. ഇവർ രണ്ടുപേരും പേര് അറിഞ്ഞിരിക്കും. ഈജിപ്തിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ വർഷം അല്ല അതിന്റെ വർഷം ഇന്ത്യയിലെ റിപ്പബ്ലിക് ഡേയിലെ ചീഫ് ഗസ്റ്റ് ഒക്കെ ആയിരുന്നു. ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ് അബ്ദൽ ഫത്ത അൽ സിസി. അബ്ദൽ ഫത്ത എൽ സിസി, അബ്ദൽ ഫത്ത എൽ സിസി ഈജിപ്തിന്റെ പ്രസിഡന്റ്. യുവിന്റെ ചീഫ്, യൂറോപ്യൻ യൂണിയന്റെ ചീഫിന്റെ പേര് ഉർസുല URSUL ഉർസുല വോൺ ഡെർ ലയൻ LAYEN. ഈജിപ്റ്റ് ഭയങ്കര ക്യാഷ് ട്രാപ്പിലായിട്ടുള്ള രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈജിപ്റ്റ് ഭയങ്കരമായിട്ടുള്ള എക്കണോമിക് ക്രൈസിസിലാണ്. ഒരുപാട് വേറൊരു കാര്യം കൂടെയാണ്, ഈജിപ്തിന്റെ എക്കണോമിക് ക്രൈസിസ് അവരെ മാത്രം ക്രിയേഷൻ അല്ല, ഒരുപാട് ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗാസ അതിൽ വലിയ വിഷയങ്ങൾ നടക്കുക, അവിടുത്തെ അഭയാർത്ഥികൾ, റെഫ്യൂജീസ്, സുഡാൻകാരായ റെഫ്യൂജീസ്, ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള റെഫ്യൂജീസിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവർ എക്കണോമിക് ക്രൈസിസിന് കാരണമാണ്. ഇതെല്ലാം കണക്കിലെടുത്ത് യൂറോപ്യൻ യൂണിയൻ അവർക്ക് 7.4 ബില്യൺ യൂറോയുടെ ഒരു ഡീൽ അവരുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ അവർക്ക് ലോൺ ഉണ്ട്, പിന്നെ അവരുമായിട്ട് കുറച്ച് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള പാക്റ്റും ഒക്കെയാണ്. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടും കുഴപ്പമില്ല, അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ മണി വൈസ് അത് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോൾ WPL വിമൻ പ്രീമിയർ ലീഗ്, ക്രിക്കറ്റിലെ വിമൻ പ്രീമിയർ ലീഗ് WPL ആര് ജയിച്ചു? റോയൽ ചലഞ്ചേഴ്സ് ജയിച്ചു. റോയൽ ചലഞ്ചേഴ്സ് ആണെന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, റോയൽ ചലഞ്ചേഴ്സ് ആണ് ജയിച്ചത് WPL. പിന്നെ ബാഡ്മിന്റണിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് ആയ ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ, ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അതിന്റെ സെമി ഫൈനൽ വരെ വന്നായിരുന്നു, പക്ഷെ തോറ്റുപോയി. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം ജൊനാഥൻ ക്രിസ്റ്റി. വനിതാ കിരീടം കരോളിന മാരിൻ നേടി. ജൊനാഥൻ ക്രിസ്റ്റി ഇന്തോനേഷ്യക്കാരനും കരോളിന മാരിൻ സ്പെയിൻകാരിയുമാണ്. ഓക്കെ, അതിനടുത്ത പേജ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ പത്രം എന്ന് പറയുന്നത് 18th. ഇനി നമുക്ക് ഓടിച്ചൊന്ന് 17th ന്യൂസ് പേപ്പർ നോക്കാം. 17th ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ ലോക്സഭ ഇലക്ഷന്റെ ഷെഡ്യൂളാണ് അനൗൺസ് ചെയ്തതിനെ കുറിച്ചാണ് ആദ്യത്തെ വലിയ ന്യൂസ് എന്ന് പറയുന്നത്. ലോക്സഭ ഇലക്ഷന്റെ ഷെഡ്യൂൾ അനൗൺസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ആദ്യത്തെ വലിയ ന്യൂസ്. ഞാൻ പറഞ്ഞു അസംബ്ലി പോൾസ് അതിന്റെ കൂടെ ഉണ്ട്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം, അരുണാചൽ പ്രദേശ് സ്റ്റേറ്റുകൾ പോളിംഗ് എക്സർസൈസ് 7 ഫേസ്ഡ് പോളാണ്. അത് ഞാൻ പറഞ്ഞാണ്. ജൂൺ 1 അവസാനത്തെ ഇലക്ഷൻ നടക്കുന്നത്. ജൂൺ 4 കൗണ്ടിങ് നടക്കും. ഫസ്റ്റ് ഫേസ് ഏപ്രിൽ 19. ഇതൊക്കെയാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഓൺ കസ്പ് ഓഫ് ഹിസ്റ്ററി പ്രൈം മിനിസ്റ്റർ. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു ചരിത്രത്തിന്റെ അരികിലാണ്. ആ ചരിത്രം അദ്ദേഹം നേടുമോ എന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തുടർച്ചയായിട്ട് 3 തവണ ഇന്ത്യയിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നത് ഒറ്റ ആളേ ഉള്ളൂ, ജവഹർലാൽ നെഹ്റു. ആ റെക്കോർഡിന് അദ്ദേഹം ഒപ്പം എത്തുമെന്നാണ് എല്ലാവരും. അതാണ് ഈ കസ്പ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ അവിടെ വേറെ ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളതല്ല. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ അതിന്റെ അടുത്ത പേജിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളൊന്നും നമുക്ക് അടുത്ത പേജിൽ പോകുമ്പോൾ ഇല്ല. അതിന്റെ അടുത്ത പേജിലേക്ക് പോകാം. അതിന്റെ അടുത്ത പേജ് ഇത് എനിക്കൊന്ന് നിങ്ങളുടെ പറയാനുള്ള ഒരു ന്യൂസാണ്. കുറച്ചു മുമ്പേ ഞാനൊരു ന്യൂസ് കണ്ട, മനപ്പൂർവ്വം അവിടെ വിട്ടതായിരുന്നു. ഇതൊന്നും നിങ്ങൾ ഇവിടെ വെച്ച് പറയാൻ വേണ്ടി. കച്ചത്തീവ് സീഡഡ് ടു ശ്രീലങ്ക ഡെസ്പൈറ്റ് DMK's ഒബ്ജക്ഷൻ, സ്റ്റാലിൻ ടു പ്രൈം മിനിസ്റ്റർ.
ഇന്ത്യ ഒരുപാട് സ്ട്രാറ്റജിക് മിസ്റ്റേക്കുകൾ കാണിച്ചിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആണ് നമ്മൾ ശ്രീലങ്കയ്ക്ക് കച്ചത്തീവ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് 1974 1974 കൈമാറ്റം ചെയ്തു. തമിഴ്നാട് ഒബ്ജക്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ദിരാഗാന്ധിയാണ് ചെയ്തത്. 1974 കച്ചത്തീവ് എന്ന് പറയുന്ന ഐലൻഡ് ശ്രീലങ്കയ്ക്ക് നമ്മൾ കൊടുത്തു. അതൊരു ഡിസ്പ്യൂട്ടഡ് ഐലൻഡ് ആയിരുന്നു. നമ്മൾ അതിന്റെ മുകളിലുള്ള എല്ലാ ക്ലൈമും വിട്ടിട്ട് നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞു. 74 കൊടുക്കുന്നത്. 76 വീണ്ടും ഒരു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് നമ്മളുടെ ഫിഷർമെന്നിന് അത് യൂസ് ചെയ്യാനുള്ള അവകാശം ശ്രീലങ്ക കൊടുക്കുകയും ചെയ്തായിരുന്നു ഫിഷർമെന്നിന്, നമ്മളുടെ ഫിഷർമെന്നിന്. പക്ഷേ 80കളിലും 90കളിലൊക്കെ LTT പ്രോബ്ലംസിന്റെ പീരീഡിൽ ശ്രീലങ്ക അതിൽ നിന്നൊക്കെ പിന്നോക്കം പോയി ഇന്ത്യൻ ഫിഷർമെന്നിന് ഇപ്പൊ അവിടെ ആക്സസ് ഇല്ല. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇന്ത്യൻ ഫിഷർമെൻ പലപ്പോഴും ഈ കച്ചത്തീവ് ഏരിയയിലൊക്കെ ചെന്ന് കയറി കൊടുക്കും. അവരുടെ ഇന്റർനാഷണൽ വാട്ടേഴ്സ് ക്രോസ് ചെയ്യുന്നുള്ള പേരിൽ നമ്മളുടെ TN ഫിഷർമെനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. അതുവഴി അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഇന്നലത്തെ തൊട്ടു മുമ്പത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു. അത് പറയുന്നത് ഈ ന്യൂസ് പേപ്പർ വരുമ്പോൾ ഈ കച്ചത്തീവ് ഇഷ്യൂ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞോണെന്ന് ഉള്ളത്. ഇപ്പൊ ഇത് ഭയങ്കര വിഷയമായി. ഇപ്പൊ പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ ഇപ്പൊ എങ്ങനെയാണ് വോട്ട് പിടിക്കുക? പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ അണ്ണാമലൈ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ലീഡറിനെ മുൻനിർത്തി തമിഴ്നാട്ടിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വലുതായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം മിനിഞ്ഞാന്ന് അവിടുത്തെ ഇലക്ഷൻ റാലിയിൽ പറഞ്ഞു കച്ചത്തീവ് ശ്രീലങ്കക്കാർക്ക് നമ്മളെ ഇന്ത്യക്കാർ കൈമാറ്റം ചെയ്തപ്പോൾ നോക്കി നിന്ന പാർട്ടിയാണ് DMK എന്ന് കുറ്റപ്പെടുത്തി. അപ്പം അതിനെ എതിർത്തില്ല. അപ്പൊ അതിനെ അദ്ദേഹം DMK ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻ അതിന് ഒപ്പോസ് ചെയ്തേക്കാത്ത അവരുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് ഗവൺമെന്റ് കൊടുത്തത്. അപ്പൊ എന്തായാലും ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് 74 ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കുക കച്ചത്തീവ് ഈസ് വെരി വെരി സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ഫോർ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. അവിടെ നമുക്കൊരു ആക്സസ് ശ്രീലങ്കയുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിക്കുക, അല്ലെങ്കിൽ അവരെ ഐലൻഡ് ലീസിന് എടുക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇന്ത്യക്ക് ഉണ്ട്. അല്ല അതിന് തിരിച്ചു മേടിക്കാൻ പൂർണ്ണമായിട്ട് നമുക്ക് തിരിച്ചു തരാനവർ പോകുന്നില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഫിഷർമെന് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും ഫ്യൂച്ചറിൽ. അവരെന്നും ഓരോരോ ചിലപ്പോൾ ജയിലിൽ പോകുന്ന അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അതൊരു ബാരൻ ഐലൻഡ്, അവിടെ ആൾവാസം ഒന്നുമില്ല, പക്ഷെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ്. അത് അറിഞ്ഞിരിക്കുക. അപ്പൊ ആ ന്യൂസ് ഒന്ന് വായിച്ചേക്കുക. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇവിടെയും വേണമെങ്കിൽ ഇതൊന്ന് പറയാം. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മലയാളിയൊക്കെ മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. തെന്മലക്കുള്ളൻ എന്ന് പറയുന്ന ഒരു ഡ്വാർഫ് കൗ ഉണ്ട്, ഒരു കുള്ളൻ കൗ പശു. അത് കേരളത്തിലെ ഒരു ലോക്കൽ ബ്രീഡായിട്ട് അതിനെ രജിസ്റ്റർ ചെയ്യാൻ പോയാണ്. അപ്പൊ അത് നമുക്കറിയാം, ഈ വെച്ചൂർ പശു എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ വെച്ചൂർ പശു എന്നൊക്കെ പറഞ്ഞ പോലെ ഈ തെന്മലക്കുള്ളൻ തെന്മല ഏരിയയിലൊക്കെ അത് കൂടുതലുള്ളത്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ നേവി റെസ്ക്യൂ 17 ക്രൂ മെമ്പേഴ്സ് ഓഫ് ഹൈജാക്ഡ് വെസൽ 35 പൈറേറ്റ് സറണ്ടർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസ്. INS കൊൽക്കത്ത എന്ന് പറയുന്ന നമ്മളുടെ ഷിപ്പ് RUN എന്ന് പറയുന്ന മാൾട്ട ബൗണ്ട് ഷിപ്പിൽ നിന്നുള്ള ആൾക്കാരെല്ലാം രക്ഷിച്ചു. പൈറേറ്റ്സ് അത് പിടിച്ചോണ്ട് പോയതായിരുന്നു. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ ഇന്ത്യയുടെ വലിയൊരു സക്സസ് ആണ്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റാൻഡിങ് ഓൺ കസ്പ് ഓഫ് ഹിസ്റ്ററി, PM says NDA റെഡി ഫോർ പോൾ എന്ന് പറയുന്നൊരു ന്യൂസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ തന്നെ പ്രൈം മിനിസ്റ്റർ മോഡി ഇന്ത്യയുടെ ഒരു ചരിത്രം കുറിക്കാനുള്ള ശ്രമത്തിലാണ്. തുടർച്ചയായിട്ട് 3 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റുവിന് ശേഷം എന്നുള്ള ഒരു അതിനെ കുറിച്ചാണ് ആ ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് 5 years എ മൈൽ സ്റ്റോൺ ഇൻ ഒഡീഷ ഹിസ്റ്ററി സെയ്സ് പട്നായിക്. ഇദ്ദേഹം ചരിത്രം കുറിച്ചാൽ ഇദ്ദേഹവും ചരിത്രം കുറിക്കും. ഇത് ഓൾമോസ്റ്റ് സർട്ടൺ ആണ് ഈ ചരിത്രം കുറിക്കുക എന്നുള്ള കാര്യം. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ BJD എന്ന് പറയുന്ന ഒരു റീജിയണൽ പാർട്ടിയുടെ ലീഡറാണ്. പിന്നീട് ബിജു ജനതാദൾ അതിന്റെ ലീഡറാണ് നവീൻ പട്നായിക്. അദ്ദേഹം ഒഡീഷയുടെ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് 6ാം തവണ അവിടെ ചീഫ് മിനിസ്റ്റർ ആവും. ഇപ്പം ഓൾമോസ്റ്റ് ഷുവർ ആണ്. കാര്യം അവിടുത്തെ ഇലക്ഷനിൽ ഇപ്രാവശ്യം അദ്ദേഹം തന്നെ ജയിക്കാൻ പോകുന്നത്. അങ്ങനെ ആവുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാര്യം ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ പദവി ഇദ്ദേഹത്തിനായിരിക്കും. അതും അദ്ദേഹം ചരിത്രം കുറിക്കാൻ പോവുകയാണ്. ഓക്കെ, പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഗുൽമാർഗ് വൈയിങ് ടു ബിക്കം എ ഗ്ലോബൽ വിന്റർ സ്പോർട്സ് വെന്യൂ. അത് നിങ്ങൾക്കറിയാം, ഗുൽമാർഗ് കാശ്മീരിലാണ്. ഗുൽമാർഗ് വളരെ ഫേമസ് ആണ്, ഇന്റർനാഷണലി ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്നോ റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിമുകൾക്ക്. അപ്പം ഈ സ്കീയിങ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇപ്പൊ അത് വളരെ ഇപ്പൊ ഫേമസ് ആണ്. അതുകൊണ്ട് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഇപ്പൊ അവിടെ വെച്ചാൽ നടന്നത്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടന്നത് ഗുൽമാർഗിൽ വെച്ച. ഇനി ഏഷ്യൻ ഗെയിംസ് അതുപോലെ ഒളിമ്പിക്സ് പോലുള്ള സംഭവങ്ങളുടെ വിന്റർ സ്പോർട്സ് ആക്ടിവിറ്റീസിന്റെ കേന്ദ്രമായി ഗുൽമാർഗ് മാറാനുള്ള ശ്രമം ഇന്ത്യ നടത്താൻ പോയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നും അതിൽ കാണാം ആ ന്യൂസിൽ. അതുകൊണ്ട് അത് വായിച്ചു നോക്കുക ഈ ന്യൂസ്. AP ഭവൻ അസറ്റ്സ് ഡിവൈഡഡ് ബിറ്റ്വീൻ AP തെലങ്കാന. കേരള ഹൗസ് കേരളത്തിന് ഡൽഹിയിലുള്ളതുപോലെ AP ഭവൻ എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശിന് ഒരു അസറ്റ് ഡൽഹിയിലുണ്ട്.
അത് പക്ഷേ ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. കാരണം 2 സ്റ്റേറ്റ് ആയിട്ട് ബൈഫർക്കേറ്റ് ചെയ്തില്ല. അതുകൊണ്ട് സിക്കിൾ സെൽ അനീമിയ ഇന്ത്യയിലെ അല്ല ലോകം മുഴുവനുള്ള ഒരു വലിയ റയർ ഡിസീസ് ആണ്. അതിന്റെ മെഡിസിൻ ഒക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യയിലെ ഒരു കമ്പനി അക്മസ് ഡ്രഗ്സ് എന്ന് പറയുന്ന കമ്പനി, അക്മസ് ഡ്രഗ്സ് AKMUS, ആക്മസ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ഒരു പുതിയ ഇൻഡിജനസ് മരുന്ന് സിക്കിൾ സെൽ അനീമിക്ക് കണ്ടുപിടിച്ചു. വെറും 600 രൂപയുള്ള ഒരു ഡോസിന് 600 റുപ്പീസ്. ലോകത്തിലെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ മരുന്ന് കണ്ടുപിടിച്ചു. അത് ഇന്ത്യയിലെ ഇതിന്റെ ട്രീറ്റ്മെന്റിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള രീതിയിലൊരു ന്യൂസും വന്നിട്ടുണ്ട്. നമ്മൾ ഈ സിക്കിൾ സെൽ അനീമിയ ഫ്രീ ആയിട്ട് മാറാനുള്ള ശ്രമത്തിലാണ്. 1 crore രജിസ്ട്രേഷൻസ് ഫോർ റൂഫ് ടോപ്പ് സോളാർ സ്കീം സെയ്സ് മോഡി. ഇത് ഏത് റൂഫ് ടോപ്പ് സോളാർ സ്കീമാണ്? നമ്മൾ ഈ ഇടയ്ക്ക് പറഞ്ഞതാണ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് നിങ്ങളുടെ പറഞ്ഞാണ്. ഞാൻ ഇത് എഴുതുന്നില്ല. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 1 crore വീടുകളുടെ മുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുന്നുള്ള സ്കീമില്ലേ? 60% കംപ്ലീറ്റ്ലി ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും. ബാക്കി 40% ലോണായിട്ട് കിട്ടും. ആ ലോൺ നമ്മൾ ഇലക്ട്രിസിറ്റി സെല്ല് ചെയ്യുന്നുള്ള പൈസയിൽ നിന്ന് അവർ ഈടാക്കും. അപ്പം നമ്മളെ കയ്യിൽ നിന്ന് 5 പൈസയും ചിലവാകാതെ നടപ്പാക്കാൻ പറ്റും. പക്ഷെ 40% തിരിച്ചു പിടിക്കുമോ? അത് വേറെ കാര്യം. ഓക്കെ, എത്ര വീടുകളിലാണ്? 1 crore ഹൗസുകളിൽ. പിന്നെ സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പാകിസ്ഥാൻ ഭയങ്കര ക്യാഷ് ട്രാപ്ഡ് കൺട്രിയാണ്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്. മുഹമ്മദ് ബിൻ സൽമാന്റെ സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അവർക്ക് വീണ്ടും സപ്പോർട്ട് പാകിസ്ഥാന് കൊടുക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞൊക്കെയാണ്. അതുപോലെ റഷ്യയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് യുക്രൈൻ അവിടെ അറ്റാക്ക് നടത്തി 2-3 പേര് മരിച്ചെന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. റഷ്യ യുക്രൈൻ വാർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഹെയ്ത്തിയിലെ വിഷയങ്ങൾ എന്നൊക്കെ അറിയാലോ. ഹെയ്ത്തി ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ഹെയ്ത്തിയുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ ഇടയ്ക്ക് റിസൈൻ ചെയ്തായിരുന്നു, ഏരിയൽ ഹെൻറി. അത് പഠിക്കണ്ട, ഏരിയൽ ഹെൻറി റിസൈൻ ചെയ്തു. ഹെയ്ത്തിയിൽ ഇന്റേണൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, സിവിൽ വാർ. ആ സിവിൽ വാറിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഏരിയൽ ഹെൻറി റിസൈൻ ചെയ്തത്. പക്ഷെ എപ്പോഴും അവിടെ വലിയ മാറ്റമൊന്നുമില്ലെന്നാണ് പറയുന്നത്. പിന്നെ സയൻസ് പേജ് നമുക്ക് വേണ്ട. FAQ പേജിൽ CAA റൂൾസിനെ കുറിച്ചുള്ള CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെ കുറിച്ചും ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. കാണാൻ താല്പര്യമുള്ളത് കണ്ടുവയ്ക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റും. ബിജുനാർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ എന്റെ ചാനലിൽ, ഈ ചാനലിൽ അത് ഈ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കാണുക. ഓക്കെ, അതിൻ്റെ അകത്ത് ഞാൻ CAA കുറിച്ചുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ വിത്ത് അഗ്നി 5 ടെസ്റ്റ് ഇന്ത്യ മേക്സ് ദ MIRV ലീപ്പ്. അത് ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞാണ് MIRV എന്താണെന്ന് ഒക്കെ. MIRV എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ആണ്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ, MIRV ടെക്നോളജി. MIRV ടെക്നോളജി ഉണ്ടെങ്കിൽ ഒരു മിസൈൽ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിൽ നമുക്ക് ലക്ഷ്യമിടാൻ പറ്റും. ഒരു മിസൈൽ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ വാർഹെഡ്സ് പല സ്ഥലങ്ങളിൽ ലക്ഷ്യമിടാൻ പറ്റും. അതിൽ ന്യൂക്ലിയർ വാർഹെഡും ഘടിപ്പിക്കാൻ പറ്റും. അഗ്നി 5 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ MIRV. അഗ്നി 5 ഇന്ത്യയുടെ ഫസ്റ്റ് MIRV. അതിനടുത്ത പേജിൽ പോകുമ്പോൾ രാജീവ് കുമാറിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്. ക്രിസ്റ്റഫർ നോളനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ട്. ക്രിസ്റ്റഫർ നോളൻ ആരെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലെങ്കിലും ഞാൻ പറയുകയാണ്. നമ്മളുടെ ഇപ്പോൾ ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത് 7ഓളം ഓസ്കാർ അവാർഡുകൾ നേടിയ മൂവിയാണ് അത്. അതിന്റെ സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളൻ. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ MEITY നമ്മളുടെ മിനിസ്ട്രി. 1 second. അടുത്ത പേജിൽ പോകുമ്പോൾ MEITY മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഈ ഇടയ്ക്ക് ഒരു നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നു. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഹാസ് വിത്ഡ്രോൺ എ കണ്ടൻഷ്യസ് അഡ്വൈസറി ദാറ്റ് ഹാഡ് റിക്വയർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനീസ് ടു ഒബ്റ്റെയിൻ ഗവൺമെന്റ് പെർമിഷൻ ടു മേക്ക് ദെയർ പ്രോഡക്ട്സ് അവൈലബിൾ ടു യൂസേഴ്സ് ഓൺലൈൻ ഇൻ ഇന്ത്യ. ഗവൺമെന്റിന്റെ പെർമിഷനോട് കൂടി മാത്രമേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികൾ ഇന്ത്യയിൽ ഓൺലൈനായിട്ട് അവരുടെ പ്രോഡക്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്യാവോ എന്നുള്ളതുണ്ടായിരുന്നു. ആ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ അവർ വിത്ഡ്രോ ചെയ്യുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നില്ല. DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി റെഗുലേറ്റർ, അവര് June 1 തൊട്ട് ഇന്ത്യയിലെ പൈലറ്റുമാരുടെ വർക്കിംഗ് അവേഴ്സ് ഒക്കെ കുറെ
ചേഞ്ച് ചെയ്യാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. അതുപോലെ ഇന്ത്യയുടെ പേറ്റന്റ് ഓഫീസ് ലാസ്റ്റ് ഇയറിൽ മാത്രം 1,00,000 പേറ്റന്റ്സ്, 1,00,000 പേറ്റന്റ്സ്, ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ പേറ്റന്റ്സ് രജിസ്റ്റർ ചെയ്യപ്പെട്ട വർഷമാണ് കഴിഞ്ഞ വർഷം. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രിയാണ് അവരുടെ അണ്ടറിലാണ് ഈ പേറ്റന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പേറ്റന്റ്സ് രജിസ്റ്റർ ചെയ്യപ്പെട്ട വർഷമാണ് 1,00,000 പേറ്റന്റ്സ് ലാസ്റ്റ് ഇയറിൽ. അതുപോലെ നമ്മുടെ GI രജിസ്ട്രേഷനും ഭയങ്കരമായിട്ട് കൂടി. GI മീൻസ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന് കുറെ പ്രൊട്ടക്ഷൻസ് കിട്ടും. ഇപ്പൊ നമ്മളുടെ ആറന്മുള കണ്ണാടി കേരളത്തിൽ ഒരു GI ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അല്ലെങ്കിൽ അമ്പലപ്പുഴ പാൽപ്പായസം അതുപോലെ ഒരു GI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ആലപ്പുഴ കയർ, അങ്ങനെ അതാണ്. അതുപോലെ ഓരോ സ്റ്റേറ്റിനും ഉണ്ട് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഒരു കുറെ പ്രോഡക്ട്സുകളിൽ. പിന്നെ സ്പോർട്സ് പേജിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്നൊന്ന് 16th ന്യൂസ് പേപ്പറോടെ ഒന്ന് നോക്കാം. ന്യൂസ് പേപ്പർ ഞാൻ ഫുള്ള് നോക്കത്തില്ല. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ബാക്കി നമുക്ക് അടുത്ത ദിവസം ന്യൂസ് പേപ്പറിലൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. SC asks why SBI didn't give all the details of poll bonds എന്നൊരു ന്യൂസ് കാണാം. അപ്പോൾ SBI ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് പോൾ ബോണ്ടിനെ കുറിച്ചുള്ളത് സുപ്രീം കോടതി കൊടുത്തില്ല. അത് എന്താണെന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു യുണീക്ക് ID ഉണ്ട്. ആ യുണീക്ക് ID അതായത് പിന്നീട് അത് യുണീക്ക് ആൽഫ ന്യൂമറിക് നമ്പർ ആണ്. ഓരോ പോൾ ബോണ്ടിനും ഓരോ യുണീക്ക് ആൽഫ ന്യൂമറിക് നമ്പർ ഉണ്ട്. ഈ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിയാണ് അത് കൊടുത്തത്, ഏത് പാർട്ടി കൊടുത്തെന്ന് അറിയാൻ പറ്റും. പക്ഷേ SBI പറഞ്ഞേക്കുന്നത് ഞങ്ങളതിൽ ആ യുണീക്ക് ആൽഫ ന്യൂമറിക് കോഡ് ഇല്ല എന്നാണ്. കാര്യം നമ്മളുടെ ഈ നിയമത്തില്, ഈ ഇലക്ട്രൽ ബോണ്ടുകളെ കൊണ്ടുവന്ന ആ നിയമത്തില് ഇത് സൂക്ഷിക്കാൻ പാടില്ല, ഈ ആൽഫ ന്യൂമറിക് കോഡ് സൂക്ഷിക്കാൻ പാടില്ല എന്നൊരു ഇതുണ്ടായിരുന്നു, ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആൽഫ ന്യൂമറിക് കോഡ് സൂക്ഷിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഐഡന്റിറ്റി ഒക്കെ വെളി വരില്ല. ഈ ഐഡന്റിറ്റി വെളി വന്ന പ്രശ്നം എന്താ? ഐഡന്റിറ്റി വെളി വന്ന പ്രശ്നം വേറെ ഒന്നുമില്ല, വിച്ച് ഹണ്ടിങ് ഉണ്ടാവും. അതായത് ഇപ്പൊ ഞാനാണിപ്പോ ഒരു വ്യവസായി, ഞാനിപ്പം കേരളത്തിലും എനിക്കൊരു ബിസിനസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിക്ക് ഫണ്ട് കൊടുക്കാതെ ഞാൻ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തെന്ന് കരുതിക്കും. സ്വാഭാവികമായിട്ട് കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിക്ക് എന്നോടൊരു വിരോധം ഉണ്ടാവും. അപ്പം അത് എതിരെ എന്റെ ബിസിനസ്സിനെതിരെയൊക്കെ ഉള്ളൊരു ടാർഗറ്റിങ്ങിന് കാരണമാവും. ഇത് ഒഴിവാക്കാനാണ് ഈ ഇതുപോലുള്ള വിച്ച് ഹണ്ടിങ് ഒഴിവാക്കാനാണ് ഈ പറഞ്ഞ അനോണിമിറ്റി അതിന് കൊണ്ടുവന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് ഈ പാർട്ടികളോ അല്ലെങ്കിൽ SBIയോ ഒന്നും ഇതിന്റെ ഈ ആൽഫ ന്യൂമറിക് കീ പോലുള്ള അതിന്റെ കാര്യങ്ങളൊന്നും സൂക്ഷിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. SBIക്ക് ആൽഫ ന്യൂമറിക് കോഡ് സൂക്ഷിക്കാൻ പറ്റും, കാര്യം അവരിലാണ് ഉള്ളത്. പക്ഷെ സൂക്ഷിക്കരുതെന്ന് നിയമം ഉണ്ടായിരുന്നുകൊണ്ട് സൂക്ഷിച്ചിരുന്നെങ്കിലും പറയുന്നില്ല. ഇപ്പൊ വരും ദിവസങ്ങളിൽ അറിയാം എന്തൊക്കെയാണല്ലോ മറ്റു കാര്യങ്ങളും. അപ്പൊ എന്തായാലും ഇതിൽ കുറച്ച് കാര്യങ്ങളുടെ ഈ പത്രത്തിൽ ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം, അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിന്റെ കൂടെ. അപ്പം ഇത്രയാണ് ഇന്നത്തെ സമയത്തിനകത്ത് വെച്ച് ഞാൻ ഡിസ്കസ് ചെയ്ത് തീർക്കുന്നത്. ഇനിയും ഇത് ഡിസ്കസ് ചെയ്യാൻ പോയാലും നമ്മൾ ഒരുപാട് വലുതായി പോകും വീഡിയോ. അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തെ പത്രത്തിലൂടെ ബാക്കി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.